അഭയ, ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ 9 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രതീക്ഷയുടെ കാക്കിടാൻ കൊതിച്ചതിൻ്റെ ആ ലിസ്റ്റിൻ്റെ ആയുസ്സുള്ളത് കാലഹരണപ്പെട്ടു പോവുകയാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞാൽ. സാങ്കേതികമായി പറഞ്ഞാൽ 4 ദിവസം മാത്രമേ ഉള്ളൂ. സർക്കാർ ഓഫീസുകൾ ഔദ്യോഗിക ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തരുമ്പെങ്കിലും പ്രതീക്ഷയുണ്ടോ അഭയ? ഞങ്ങൾക്ക് ഇപ്പോഴും സർക്കാരിൽ പ്രതീക്ഷയുണ്ട്. ഇന്നലത്തെ ക്യാബിനറ്റിൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ വൈകുന്നേരമായിട്ടും നമുക്ക് ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്ക് കേട്ടില്ല. ഇതുവരെയും വ്യക്തമല്ല ഇന്നലത്തെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇനി സർക്കാരിൻ്റെ ശ്രദ്ധ പരമാവധി ഞങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ശക്തിയോടെ തന്നെ. അതായത് അഭയ, ഇന്നലത്തെ തീരുമാനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ഇന്നലെ 7 മണിയോട് കൂടിയാണ് ഞങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാർ ചോദിക്കുന്നത് ഈ ചോദ്യം. അതായത് നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് പറയുമ്പോൾ കൃത്യം 7 മണി എന്ന ആ മണി അടിച്ചുകൊണ്ട് ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പോകുന്നത്. നിക്ക് അടുത്ത തവണ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പോലും ഇത് ശ്രമിക്കാൻ തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് അഭയ. ശരിക്കും ഞങ്ങളെ ഭയങ്കര വിഷമത്തിലാക്കി. ഞങ്ങൾ ഇത്രയധികം ദേഹം വേദനിപ്പിച്ചുകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങളുടെ കണ്ണീരിനൊരു വിലയുണ്ടാകുമെന്ന്. കഷ്ടപ്പെട്ട് പഠിച്ച് മാസങ്ങളോളം ഗ്രൗണ്ടിൽ കിടന്നു. നമുക്ക് അർഹതപ്പെട്ടതാണ് വേക്കൻസി. 570ഓളം വേക്കൻസി RT വെച്ച് നമുക്ക് ലഭിച്ചിട്ടും അത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ലിസ്റ്റിനൊരു 30% മാത്രം നിയമനത്തിൽ ഒതുക്കി. ഇനി ഒരു 10 ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ലിസ്റ്റ് അവസാനിക്കാൻ. അതിൽ വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം വളരെ ചുരുക്കം. അനവധിയായി ഇപ്പോൾ പറയുന്നു, ഇന്നലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പുതിയ തസ്തികകളൊക്കെ ഉണ്ടാകുമ്പോൾ 100ഓളം വനിതകളെ അവിടേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി അങ്ങനെ അറിയിപ്പ് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? വളരെ തുച്ഛമാണ് അങ്ങനെയെങ്കിലും. ഇതുവരെ ആയിട്ട് നമുക്ക് ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള യാതൊരു അറിവും ലഭിച്ചിട്ടില്ല. നമ്മളും എന്തൊക്കെയോ അറിയുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഔദ്യോഗികമായിട്ട് ഒന്നും അറിയിച്ചിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടുമില്ല, നമ്മളെ ആരും കണ്ട് സംസാരിച്ചിട്ടുമില്ല. സാധാരണഗതിയിൽ അറിയാമല്ലോ, സർക്കാരിന് ഇത് തീരുമാനിക്കാം. ഒരു റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കാലാവധി തീരുമ്പോൾ നീട്ടിക്കൊടുക്കാറുണ്ട്. നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 6 മാസമോ മറ്റോ ഒക്കെ വേണമെങ്കിൽ, നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണീര് കാണാനുള്ള സന്മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും അത് നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും സൂചനകൾ നിങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയിലേക്ക് കണ്ടില്ലെങ്കിലും അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഇടനിലക്കാരായി അങ്ങനെ നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന ഒരു കണക്ഷൻസ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ അക്കാര്യത്തിലുണ്ടോ? ഞങ്ങളിടയിൽ ഇടനിലക്കാർ അങ്ങനെ ആരുമില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ സമരപന്തലിലും എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ്. അല്ലാതെ പുറത്തുനിന്ന് നമുക്ക് ആ ഒരു സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏത് രാഷ്ട്രീയ നേതാക്കളെ കാണാനാണെങ്കിലും ഞങ്ങൾ തന്നെയാണ് അതിനു വേണ്ടി ട്രൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ കാലാവധി നീട്ടിക്കിട്ടുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. ഇനി 9 ഡേയ്സാണുള്ളത്. അതിൽ 6 ദിവസം മാത്രമേ വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ. ആ 6 ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇനി നമ്മളെ ഭാവി എന്ന് പറയുന്നത്. ആ 6 ദിവസത്തിൽ ആണ് നമ്മളെ പ്രതീക്ഷ മൊത്തം. എന്തെങ്കിലും നമുക്ക് വേണ്ടി നല്ലൊരു തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. കാരണം അവിടെ കിടക്കുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടെ അത്താണിയാണ്, ഞാൻ ഉൾപ്പെടെ. ഒരച്ഛനും അമ്മയ്ക്കും മക്കൾ ഇങ്ങനെ തെരുവിൽ കിടക്കുന്നതോ ഭക്ഷണം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നതോ ഒന്നും സഹിക്കാൻ പറ്റില്ല. അവിടെ എത്രയോ കുട്ടികൾക്ക് 10ഓളം കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷനാണ്. എന്നാലും ആ സമരപ്പന്തലിന് മാറാൻ അവർ കൂട്ടാക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം കൂട്ടത്തിൽ കിടക്കുന്നവരാണ് നിരാഹാരം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. മാനസികമായി ശാരീരികമായി ഞങ്ങൾ നന്നായി തളർന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ എപ്പോഴെങ്കിലും സർക്കാർ കേൾക്കും. എപ്പോഴെങ്കിലും വെച്ചാൽ ആ 6 ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാർ ഞങ്ങളെ മനസ്സിലാക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷ ഇത്രയും മനസ്സ് തളർന്നിട്ടും ഞങ്ങൾ ഉള്ളിലുണ്ട്. ആ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ ഇപ്പോഴും കഴിയുന്നത്. തീർച്ചയായും ഇവരുടെ നമ്മൾ സെക്രട്ടേറിയറ്റിന് തൊട്ട് മുൻപിലാണ് ഇവരൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന പോലെ 2 സമരങ്ങൾ. ഒരു സമരം 60-ാം ദിവസം അവരുടെ സമരമാർഗം എത്തുന്നു. നിരാഹാരം 20 ദിവസം പിന്നിടുന്നു. ആശാ വർക്കർമാരുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അതേപോലെ തന്നെ വനിതകളായ ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തുന്ന, കാക്കിയിടാൻ കൊതിക്കുക, നാടിന് വേണ്ടി സേവനം ചെയ്യുക, വീടിൻ്റെ കഷ്ടപ്പാടുകൾ നികത്താൻ കഴിയുക, അതിനുവേണ്ടി പ്രതീക്ഷയോടെ വർഷങ്ങളായിട്ട് നടത്തിയ പ്രയത്നങ്ങളൊക്കെ മനസ്സിൽ ദൃഢനിശ്ചയത്തോടുകൂടി വരുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ മുട്ടിലിഴയേണ്ടി വരുന്നു ഈ സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിൽ എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത് ഗതികേടെന്നല്ലാതെ മറ്റൊന്നുമില്ല. ദയവായി നമ്മൾ പലപ്പോഴും നേരത്തെ മാതൃഭൂമി ന്യൂസ് ഈ വിഷയം ഓരോ ദിവസവും കൈകാര്യം ചെയ്ത് ഓരോ പോയിന്റുകളായി എത്തിക്കുന്നുണ്ട്. അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു കരുതൽ, ഒരു നോക്ക് ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ 2ാം നിലയിൽ നിന്ന്
നോക്കിയാൽ മതി ഇവരുടെ അവസ്ഥ. അപ്പോൾ അതുണ്ടാകണം. 6 ദിവസത്തെ ഡെഡ് ലൈൻ, ആ നെഞ്ചിടിപ്പിൻ്റെ മുഴക്കം നമുക്ക് കേൾക്കാനും കഴിയുന്നതാണ്. അപ്പോൾ സന്മനസ് കാട്ടട്ടെ. മിനിയിലേക്കും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. മിനി, അതായത് സമരസമിതിയുടെ ഭാഗമാണ് മിനി. ഇന്നലെ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? എന്താണ് മുഖ്യമന്ത്രി വാചകം ഞാൻ ഇനി എടുത്തു പറയുന്നുമില്ല, ഒന്നുകൂടി കേൾപ്പിക്കുന്നുമില്ല, അതിനുള്ള സമയമില്ല. പക്ഷേ ഇനി നിങ്ങൾ എന്തിനാണ് ഇവിടെ സമരം നടത്തുന്നത്? എന്തെങ്കിലും ഈ സമരത്തിന് ലക്ഷ്യം അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ? സാധാരണ അന്ന് ഈ പറയുന്ന CPM നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഇവരിങ്ങനെ കൊഴിഞ്ഞങ്ങ് പൊയ്ക്കോളും എന്ന നിലയിലേക്കാണോ എത്തുന്നത്? ഒരിക്കലുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒരു അതിജീവന സമരം തന്നെയാണ്. കഴിഞ്ഞ 18 വർഷക്കാലം ഏതാണ്ട് സൗജന്യമായി സേവനം ചെയ്ത ആളുകളാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. 233 രൂപയുടെ കണക്ക് പറയുന്നത് ആയിട്ട് ഒരു വർഷമായി പിന്നിടുന്നുള്ളൂ, 7000 രൂപയായിട്ട്. അതിന് മുമ്പ് 6000, 4000, 1000 ഒക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് വളരെ തുച്ഛമായ, സത്യം പറഞ്ഞാൽ ഒരു സൗജന്യ സേവനം തന്നെയാണ് ആശാ വർക്കർമാർ ഇക്കാലം അത്രയും നടത്തി വന്നത്. പക്ഷേ ഇനി അത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് സമരമുഖത്തേക്ക് വന്നത്. 60 ദിവസമാവുന്നു സമരം തുടങ്ങിയിട്ട്. പക്ഷേ 60 ദിവസം കൊണ്ട് നമ്മളുടെ ഡിമാൻഡിന് എന്തെങ്കിലും പിന്നോട്ട് പോക്കാൻ കഴിയില്ല. കാരണം തിരിച്ചു പോയാൽ എന്താണുള്ളത്? സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോയാൽ വീണ്ടും അടിമപ്പണി തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഈ കഴിഞ്ഞ അവസാനം നടത്തിയ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ യാതൊരു ഫോർമുലയും ഗവൺമെൻറ് അവതരിപ്പിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെച്ചു. ആ നിർദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, അവർ നമ്മളോട് വെച്ച നിർദ്ദേശം ഇതെല്ലാം ഒരു കമ്മിറ്റിക്ക് വിട്ടുകൊണ്ട് ആ കമ്മിറ്റി 3 മാസം കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. നമുക്കറിയാം 1000 രൂപയായിരുന്ന ഓണറേറിയത്തെ 7000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത് ഒരു കമ്മിറ്റിയുടെയും പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ നേരത്തെ അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കമ്മിറ്റിയുടെ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല അല്ലെങ്കിൽ ഇത് തീർക്കാൻ താല്പര്യമില്ല എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഈ സമിതി, 3 മാസത്തെ സമിതി, ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ, പല വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ IAS ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് ഒരു പഠനം എന്ന നിലയിലേക്ക് 3 മാസം ഡെഡ് ലൈൻ പറയുന്നു. 3 മാസം അല്ലെങ്കിൽ ആ സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് സമരവുമായി മാർഗവുമായി തിരികെ എത്താം. വീണ്ടും സർക്കാരിനെതിരെ പ്രക്ഷോഭം വരും. മാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ അടുക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിനും മുന്നിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വഴങ്ങാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കണക്ഷൻ കട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അഭയ അനവദ്യ, ഞാൻ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് ചോദിച്ച ആ ചോദ്യം, മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഒന്നുകൂടി പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ വിഷയം ഉയർത്തി CPM-മാരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുക. അതാണ് നേരത്തെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾക്ക് ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ച് പുലർത്തുന്നവരല്ല ഈ സർക്കാർ. ആശമാർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട് തന്നെയാണുള്ളത്. അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് മനസ്സിലാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം, 99% ഇപ്പോൾ സർവീസിൽ യഥാർത്ഥ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊരു വാശിയുടെ പ്രശ്നമല്ല അത്. ഈ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ, ഇടപെട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവസാനിപ്പിച്ച് പോവുക എന്നതാണ് യഥാർത്ഥ വഴി. അതവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ സമയം ആയി, അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തയാഴ്ച ഇതാണപ്പോൾ അടുത്തയാഴ്ച എന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി. എന്തായിരിക്കാം ഇനി മാധ്യമങ്ങളെ കാണുക എന്നതിന് ഒരു ഉറപ്പില്ല. അപ്പോൾ ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. അതിനകം വെച്ച് പുറത്തോട്ട് വന്ന് പറയുകയല്ല, അങ്ങനെയുള്ള അറിയിപ്പല്ല ലഭിക്കേണ്ടത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടും PSCക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം, പവർ ഈ സർക്കാരിനുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അവസാനമായി ചുരുക്കി മറുപടി. ഇനി കാലാവധി അവസാനിക്കാൻ ഇപ്പം നമ്മളെന്താ 6 ദിവസം, അങ്ങനെ എത്ര ദിവസം ബാക്കി നിന്നാലും സർക്കാരിൻ്റെ ഒരു തീരുമാനം ഒറ്റ ദിവസം മതി. ഒരു മണിക്കൂർ കൊണ്ട് പോലും നമ്മളുടെ ജീവിതം എല്ലാം മാറി മറിയും. വേക്കൻസി ഉള്ള തരത്തിൽ നമുക്ക് പരമാവധി വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് തരണം എന്നാണ്. 570 വേക്കൻസി ഉള്ളിടത്ത് നമുക്കൊരു 350 വേക്കൻസി തരുന്നതിൽ സർക്കാരിനൊരു ബുദ്ധിമുട്ട് വരില്ല. എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് തരുന്നില്ല? ഞങ്ങളുടെ ഒരു ഞങ്ങളെല്ലാവരും വളരെയധികം പ്രതീക്ഷയിലൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സർക്കാർ ഞങ്ങളുടെ കണ്ണീര്
കാണുകയും ഞങ്ങൾക്ക് മാക്സിമം വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് തരുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയുടെ വെളിച്ചം അണയാതെ തന്നെ ആളി കത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതമാണ് ഈ ലിസ്റ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ കാത്തിരിപ്പ്. 2022 വന്ന നോട്ടിഫിക്കേഷനാണ്, ഇപ്പോൾ 25-ലെത്തി. ഇനിയും ഞങ്ങൾക്ക് അടുത്ത പരീക്ഷ എഴുതാൻ ഇനിയൊരു CPO എന്നുള്ളൊരു സ്വപ്നം ഇല്ല. എല്ലാവരും ഏജ് ഓവറായി. ജനറൽ കാറ്റഗറി 26 ഉൾപ്പെടെ ബാക്കി എല്ലാം 32, അങ്ങനെ ഏജ് ഓവറായി. ഇനി നമുക്ക് കാക്കി സ്വപ്നം ഇല്ല. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. ഇത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ മഴയും വെയിലും ഈ അവസാനത്തെ പിടിവള്ളിയാണ് അഭയ പറഞ്ഞതുപോലെ. അനവധ്യ ശയനപ്രദർശനം നടത്തി മുട്ടിലിഴഞ്ഞു, കല്ലുപ്പിൽ കയറി, അങ്ങനെ ഇഴഞ്ഞുപോയി. കയ്യിൽ അങ്ങേയറ്റത്തെ സമരമാർഗമായിട്ടുള്ള ആ കർപ്പൂരം കത്തിച്ച് നിങ്ങൾ മനസ്സിൽ ആ വേദന പ്രകടിപ്പിച്ചു. ഇനി പുറത്തേക്കെടുക്കാൻ എന്ത് സമരമാണുള്ളത്? വീഡിയോ ക്ലിപ്പില്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, അത് കാണാനുള്ള മനധൈര്യം എനിക്കിപ്പോഴും ഇല്ല. അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഞങ്ങളെ ലിസ്റ്റ് അവസാനിക്കുകയാണ്. അതോടൊപ്പം എത്രയോ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് സമരം ചെയ്യാനോ ഒന്നും അറിയില്ല. നിസ്സഹായത കൊണ്ട് എന്തൊക്കെയോ വരും, അതവിടെ കാണിക്കും. അത് സെൻസേഷനിലാവും. ഞങ്ങൾക്ക് ഇനി സമരമുറ എന്ന് പറയാൻ ഞങ്ങളതിലൊന്നുമില്ല. നിസ്സഹായതയിൽ നമുക്ക് എന്തൊക്കെയോ ആശയങ്ങൾ വരുന്നത് മാത്രമാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും ലിസ്റ്റ് വരുന്ന സമയത്തും 9:1 എന്നുള്ള അനുപാതം എന്ന സംഭവം അപ്പം ഇല്ലായിരുന്നു. പിന്നെയാണ് അത് വന്നത്. അത് വനിതാ പ്രാതിനിധ്യം കൂട്ടാനെന്ന പേരിലാണ് പറഞ്ഞത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായി വരിക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനി 6 ദിവസം ബാക്കിയുള്ളെങ്കിൽ കൂടെ ആ 6 ദിവസത്തിൽ ഏതെങ്കിലും ഒരു 6 മിനിറ്റിൽ എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു 6 സെക്കൻഡിൽ ഇവർക്ക് തോന്നുന്ന ഒരു തീരുമാനത്തിലാണ് നമ്മൾ ജീവിതം ഇരിക്കുന്നത്. ഒരു തുലാസിലാടുന്ന പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും മാനസികമായി തളർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇനി ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലുള്ള ഒരു മാനസികാരോഗ്യം നമുക്കിനി ഇല്ല. എന്താ ചെയ്യണ്ടേന്നും അറിയില്ല. വീട്ടിൽ ചെന്നാൽ വീട്ടുകാരോട് സമാധാനം പറയണമെന്നറിയില്ല, നാട്ടുകാരോട് പറയണമെന്നറിയില്ല. കാരണം അവിടെ നിൽക്കുന്ന പല കുട്ടികൾക്കും വീട്ടിലും പല പ്രശ്നങ്ങളുണ്ട്. വീട്ടുകാരെ സമ്മതം ഇല്ലാണ്ട് വന്നവരുണ്ട്. കാരണം വീട്ടുകാരൊക്കെ എതിർത്ത് ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ലത് ഇവിടുന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. വയ്യാത്ത അച്ഛനമ്മയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഫിസിക്കൽ ചെയ്യുന്ന ഗ്രൗണ്ടിലൊക്കെ വന്ന് നോക്കണം. 6 മാസം 3 മാസമൊക്കെ ഇതുള്ള കുട്ടികളുടെ അമ്മമാർ ഓടുമ്പോൾ പാല് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത കുട്ടികളെ ഇപ്പോൾ ഇവിടെ തെരുവിൽ കിടക്കുന്നത്. ആ കുട്ടികളെ പോലും സ്വന്തം മക്കൾ പോലും കാണാണ്ട്. ഞങ്ങളൊക്കെ അച്ഛനമ്മമാർ ഞങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ വന്നുകൂടെ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും ഞാൻ ആദ്യമായിട്ട് അവർ മീഡിയയുടെ മുന്നിലൊക്കെ വരുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ പോലും എനിക്കറിയില്ല. എനിക്കിങ്ങനെ ധൈര്യം എവിടെ നിന്ന് വന്നതുപോലും എനിക്കറിയില്ല. അവസ്ഥയെ നമ്മളെ കൊണ്ടുവരാൻ ചെയ്യിപ്പിക്കുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മളെ കേരള സർക്കാർ ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഈ ഒരു അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ പ്രതീക്ഷയോടെ ഞങ്ങളെ ലിസ്റ്റ് കഴിയുന്നവിടം വരെ പൂർവാധിക ശക്തിയോടെ ഞങ്ങൾ ആ സമരപന്തലിൽ തന്നെ കാണും. അതിലൊരു നല്ല പ്രതീക്ഷ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിജയം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്.